ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. ഈശനിലെത്താനാവില്ല. നാമജപത്തിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഭക്തിരസത്തിൽ ലയിച്ചിടാതെ മുക്താവസ്ഥ ലഭിക്കില്ല. മുക്താവസ്ഥ ലഭിക്കില്ല. എല്ലാവരെയും സാദരം പ്രണമിച്ചുകൊണ്ട് ഭാഗവത യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ഭാരതീയരെ സംബന്ധിച്ച് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണം അത് ഈ 2009 എന്താ അതിനൊരു പ്രസക്തി എന്നൊരു സംശയം നമുക്ക് ഉള്ളിലുണ്ടാവാം. കാരണം പുരാണങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലെ കഥകൾ പറയുന്നതല്ലേ. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഭഗവാന്റെ അവതാര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മയായിട്ട് അവതരിച്ചു, അതുപോലെ വരാഹമായിട്ട് അവതരിച്ചു, നരസിംഹമായിട്ട് അവതരിച്ചു. ഈ കഥകളൊക്കെ മുത്തശ്ശിമാരിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പ്രയോജനപ്പെടുക എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഭാഗവതം സജ്ജനങ്ങളിലൂടെ കേൾക്കുമ്പോൾ, ഗുരുക്കന്മാരിലൂടെ കേൾക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ പ്രസക്തി ഈ വെറും കഥകൾ മാത്രമല്ല, മനുഷ്യ മനസ്സിനെ വളരെ ആഴത്തിൽ അപഗ്രഥിച്ച, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ, ശക്തിയും കഴിവും സാധ്യതകളും മനസ്സിലാക്കിയ മഹാത്മാക്കൾ അവർ കണ്ടെത്തിയ ജീവിത സത്യങ്ങളാണ് ഭാഗവതത്തിലുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാൽ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം എന്നതും, പല കഴിവുകളും പല ശക്തികളിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിപ്പിച്ച് നമ്മളെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്നൊരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് നമുക്ക് ഭാഗവതം ശരിക്കും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ സുകൃതികളാണ്, ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് ഭാഗവതത്തെ മുഴുവൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇവിടെ വലിയൊരു ഭാഗ്യം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് എറണാകുളം കരയോഗം. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഭാഗവതത്തെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇന്നത്തെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നും ഒരു വലിയൊരു താല്പര്യം കൊണ്ട് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു വിപ്ലവം, മാറ്റത്തിൻ്റെ വിപ്ലവം വരുത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല.
നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ശ്രീമൽ ഭാഗവതമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ പലരും അനവധി പ്രഭാഷണങ്ങൾ കേട്ടവരാണ്, ഒരുപാട് തവണ സപ്താഹങ്ങൾ കേട്ടവരാണ്. ആദ്യമായൊരപേക്ഷ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കി വയ്ക്കും. ഇതുവരെ കേട്ടതൊക്കെ ഒന്ന് മാറ്റി നിർത്തും, മനസ്സിനെ കാലിയാക്കും. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ കേൾക്കണം. തുറന്ന മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വാമി? അതെന്ത് മനസ്സാ? ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ, 2 ഉറുമ്പുകളുടെ കഥ. ഒരു അമ്മിണി ഉറുമ്പും ഒരു സുന്ദരി ഉറുമ്പും സുഹൃത്തുക്കളായിരുന്നു അത്രേ. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന കാലം, നല്ലവണ്ണം ഭക്ഷണമൊക്കെ കടിച്ച് നല്ല ചുറുചുറുക്കുള്ള സുന്ദരികളായിട്ട് അമ്മിണിയും സുന്ദരിയും നടക്കുന്ന കാലം, പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി. 2 പേരും ഒഴുകിപ്പോയി. ഒഴുകി എത്തിച്ചേർന്നത് ഒരു ഉപ്പു ഫാക്ടറിയിലാണ്, ഉപ്പുണ്ടാക്കുന്ന സ്ഥലം. നിവൃത്തിയൊന്നുമില്ല. അമ്മിണി ഉറുമ്പ് പറഞ്ഞു, ഉപ്പെങ്കിലും ഉപ്പ് കഴിക്കാം. സുന്ദരി പറഞ്ഞു, പറ്റണില്ല. എന്തിനു പറയണോ? ഉറുമ്പ് ഉപ്പ് കഴിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? മെലിഞ്ഞ് മെലിഞ്ഞ് വരാൻ തുടങ്ങി 2 പേരും. എന്തിനു പറയുന്നു? ഭാഗ്യം വീണ്ടും വരെ കടാക്ഷിച്ചു. മറ്റൊരു വെള്ളപ്പൊക്കത്തിൽ ഇവർ 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ എത്തിച്ചേർന്നത് ഷുഗർ ഫാക്ടറിയിലാണ്. പറയണ്ടല്ലോ. പക്ഷേ അമ്മിണി ഉറുമ്പ് തടിച്ച് വരാൻ തുടങ്ങി. സുന്ദരി അപ്പോഴും മെലിഞ്ഞു എന്ന് മാത്രമല്ല, ഒന്നുകൂടി മെലിയാൻ തുടങ്ങി. ആ അമ്മിണി ഉറുമ്പ് ചോദിച്ചു, നിനക്കെന്ത് പറ്റിയെന്ന്? എനിക്ക് ഇതൊന്നും പിടിക്കണില്ല, വയറിന് പിടിക്കണില്ല. അതെന്താ? പഞ്ചസാര നമ്മുടെ ഭക്ഷണമല്ലേ, അത് പിടിക്കുമല്ലോ, നിനക്കെന്ത് പറ്റി? പറഞ്ഞു, എനിക്ക് പിടിക്കണില്ല. എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. ആരെ? സുന്ദരി ഉറുമ്പിനെ. ഏത് ഡോക്ടർ? ഡോക്ടർ ഉറുമ്പൻ കൊണ്ടുപോയി. അവിടെ ചെന്ന് തറവ് ചെക്കപ്പ്, MRP എല്ലാം ചെയ്തു നോക്കി. എന്താ കാണുന്നത് എന്നല്ലേ? നമ്മുടെ സുന്ദരി ഉറുമ്പ് വായിൽ നിറയെ ഉപ്പ് വെച്ചു വന്നിരിക്കുക. അന്നത്തെ ഉപ്പ് ഫാക്ടറിയിൽ നിന്ന് കഴിച്ച ഉപ്പുണ്ടല്ലോ, അപ്പോഴും എന്ത് വായില, അതിതുവരെ കളഞ്ഞിട്ടില്ല. ആ ഉപ്പ് വെച്ചിട്ടാണ് പഞ്ചസാര തട്ടുന്നത്. അതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും കൂടി അകത്ത് ചെന്നപ്പോ ലൂസ് മോഷൻ. ആർക്ക്? സുന്ദരി ഉറുമ്പന്. ഡോക്ടർ ചോദിച്ചു, എന്തിനാ സുന്ദരി ഉറുമ്പേ നീ ഈ ഉപ്പെല്ലാം വെച്ച് നടക്കണത്? പറയണ, കുറേ കാലമായിട്ട് ഉപ്പ് കഴിച്ചിട്ട് ഈ ഉപ്പിന്റെ രുചിയല്ലാതെ മറ്റൊന്നും പിടിക്കണില്ല, അതുകൊണ്ടാണ് ഉപ്പ് വെച്ച് നടക്കുന്നത്. ഉറുമ്പൻ ഡോക്ടർ ഉപ്പെടുത്തെല്ലാം കളഞ്ഞ് പഞ്ചസാര കൊടുത്തു. ഒരാഴ്ച കൊണ്ട് തടി ശരിയായി. ഇതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ കുറച്ച് ഉറുമ്പിന്റെ കഥ പറഞ്ഞ പോലെ ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കും. ആ ഉപ്പുകളൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് കേൾക്കുക. ഈ ഭാഗവതം എന്ന് പറയുന്നതെല്ലാം ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണല്ലോ, അല്ലേ? അപ്പൊ നമ്മള് ഭാരതീയ സംസ്കാരത്തെ ആരംഭിക്കുക, എന്നിട്ടല്ലേ നമ്മളെ ഭാഗവതത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമുക്കറിയുള്ളൂ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഭാരതീയ സംസ്കാരം മനസ്സിലാക്കണം. അതെന്തിനാണ്? കാരണം ഈ ഭാഗവതത്തിനെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള തെറ്റായ ധാരണകളുണ്ട്. ചിലര് പറയണു ഗീതയും ഭാഗവതവും വേറെ വേറെയാണ്. ചിലര് പറയണു വേദവും ഭാഗവതവും വേറെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ പലർക്കും ഉണ്ട്. അപ്പൊ ഈ ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതത്തെ മാറ്റിവെക്കുന്നത്. കുറച്ചു നേരം ഭാരതീയ സംസ്കാരത്തെ നമ്മൾ നോക്കുക. ഭാരതീയ സംസ്കാരം, അങ്ങനെ ഒരു സംസ്കാരം ഉരുത്തിരിയുന്നതിന് മുമ്പ് ലോകത്തിൽ ആദ്യമായി മനുഷ്യ വിഭാഗം
ഈ ഭാരതത്തിലൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സംസ്കാരം ആദ്യമായി ഉരുത്തിരിഞ്ഞത്. എന്തായാലും ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളെക്കാളും പ്രാചീന സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്ലാം സംസ്കാരമായാലും ക്രിസ്ത്യൻ സംസ്കാരമായാലും ബുദ്ധ സംസ്കാരമായാലും മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാചീന സംസ്കാരം ആരുടേതാണ്? എല്ലാവരും ഉത്തരം പറയണേ. ഭാരതീയ സംസ്കാരം, സംശയമില്ലല്ലോ. അപ്പൊ ഭാരതത്തിലായിരിക്കണം മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടാവുക. ഏതായാലും അന്ന് ഗ്രന്ഥങ്ങളൊന്നുമില്ലേ. ഞാൻ പറയുന്നത് വേദങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഭാഗവതമില്ല, ഇതിഹാസങ്ങളില്ല, വേദമില്ല, ഒന്നുമില്ല. ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങിയ സമയം. അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. അവൻ അവന്റെ സർവൈവലിന് വേണ്ടി, സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആഹാരാദികൾ ശേഖരിക്കുന്നു. പിന്നെ അവന്റെ ഉള്ളിലുള്ള കാമവികാരങ്ങൾ കൊണ്ട് ഇണചേരുന്നു, പ്രത്യുൽപാദനം ചെയ്യുന്നു. പിന്നീട് അവന്റെ ജിജ്ഞാസ കൊണ്ട് അവൻ പലതും ഭൗതികമായി കണ്ടെത്തുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ അവനെ ചിന്തിപ്പിച്ചു കാണും, കുറച്ച് സൂക്ഷ്മമായിട്ട്. ഒന്നാമത്തത്, അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക കൂടെയുള്ളവരുടെ മരണം ഉണ്ടാക്കുന്ന മാനസിക ആഘാതം, മനോവേദന. രണ്ടാമത്തത്, പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഇടിവെട്ടുകളും മിന്നലുകളും അതുപോലെ തന്നെ കാട്ടുതീയും വെള്ളപ്പൊക്കവും അതുപോലെ വന്യമൃഗങ്ങളുടെ ഉപദ്രവവും ഉണ്ടാക്കുന്ന ഭയം. ഇത് രണ്ടും അവന്റെ മനസ്സിനെ അലട്ടുമ്പോൾ എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റി അവൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഈ ഇൻസെക്യൂരിറ്റി അവനെ കൂട്ടം കൂട്ടമായി ജീവിക്കാൻ, ഒരു കമ്മ്യൂണലായിട്ട് ജീവിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലെ? ഭയം വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടം ആയിട്ട് നിൽക്കുക. ശബരിമലയിൽ ആന വരണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു ഗുരുസ്വാമിയുടെ കഥ കേട്ടിട്ടുണ്ട്. ഗുരുസ്വാമി കുറെ ആളുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ പമ്പയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കയറുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഒറ്റയാൻ വരുന്നുണ്ട് എന്ന് ഉച്ചത്തിൽ അലറി ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ഗുരുസ്വാമി 40 സ്വാമിമാരും ഉണ്ട്. ഗുരുസ്വാമിക്ക് നല്ല പ്രായമുണ്ടേ. അപ്പൊ ഗുരുസ്വാമിക്ക് മുട്ടുപറിക്കാൻ തുടങ്ങി. തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഓടിപ്പോവെന്ന് കരുതിയിട്ട് ഗുരുസ്വാമി ഉറക്കം വിളിച്ചു പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ ആരും ഓടിപ്പോവേണ്ടതില്ല, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും നിന്നാണ് കൈകോർത്ത് പിടിച്ചു നിന്നോളൂ എന്ന്. അപ്പോഴാ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഗുരുസ്വാമി നമ്മളെക്കാളും പേടിയുടെ ഉള്ളിലായിരിക്കുന്നത്. പേടിയുള്ളവർ എന്റെ ചുറ്റും കൈകോർത്ത് പിടിച്ചു നിന്നോളൂ. ഇതുപോലെ ഭയം അവർക്കുണ്ടായിണ്ടാവാം. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു അന്വേഷണം വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ എവിടെയെങ്കിലും ഒരു ശക്തി, ഒരു ധൈര്യം മനസ്സിന് കണ്ടെത്താൻ സാധിക്കില്ലേ? അതവനെ ഒരുപക്ഷെ പ്രകൃതിയെ ആരാധിക്കുന്നതിലേക്ക്, ഒരു ശക്തി കണ്ടെത്തുന്നതിലേക്ക് തിരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കണം മനുഷ്യൻ ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ, കാണാൻ പറ്റാത്ത ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ ആരാധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ ആരാധന കൊണ്ടൊന്നും അവന്റെ മനസ്സിന് സംതൃപ്തി വന്നിട്ടുണ്ടാവില്ല. അപ്പോഴായിരിക്കും അവന്റെ ഉള്ളിൽ ജിജ്ഞാസ വികസിച്ചത്.